എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നപരിഹാരങ്ങൾക്കായി നിയമിച്ച സഭാ കോടതിയെ സസ്പെൻഡ് ചെയ്തു. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി നൽകിയ പരാതിയിൽ ആർച്ച് ബിഷപ്പ് മാത്യു മൂലക്കാട്ട് ഉത്തരവിറക്കി. മേജർ ആർച്ച് ബിഷപ്പിന് അന്വേഷണ റിപ്പോർട്ട് നൽകുന്നതുവരെ സസ്പെൻഷൻ തുടരുമെന്നും ഉത്തരവിൽ പറയുന്നു. ഉത്തരവ് റദ്ദാക്കണമെന്നും മറുപടി നൽകാൻ പോലും അനുവദിക്കാതെയുള്ള നടപടി ട്രൈബ്യൂണലിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ഫാദർ ജെയിംസ് പാമ്പാറ പ്രതികരിച്ചു. നിതിൻ സേവ്യറിന്റെ വിവരങ്ങൾ നൽകാൻ. നിതിൻ, എന്താണ് സംഭവം? എന്തിനാണ് ഈ സസ്പെൻഷൻ? നേരത്തെ സഭാ കോടതി ഫാദർ വർഗീസ് മണവാളിനെതിരെ നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം ബസിലിക്കയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും പ്രീസ്റ്റ് ഹോമിലേക്ക് മാറുകയും ചെയ്തിരുന്നു. തുടർന്ന് അദ്ദേഹത്തിനെതിരായ നടപടികൾ നിർത്തിവെക്കണമെന്ന് ജോസഫ് പാംബ്ലാനി, ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി സഭാ കോടതി അറിയിക്കുകയും ചെയ്തു. എന്നാൽ സഭാ കോടതി ഇത് തള്ളുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പരാതി നൽകിയത്. തുടർന്ന് സ്പെഷ്യൽ ട്രൈബ്യൂണൽ പിരിച്ചുവിട്ടുകൊണ്ട് ആർച്ച് ബിഷപ്പ് മാത്യു മൂലക്കാട്ട് ഉത്തരവിറക്കുകയായിരുന്നു. മേജർ ആർച്ച് ബിഷപ്പിന് അന്വേഷണ റിപ്പോർട്ട് നൽകുന്നതുവരെ സസ്പെൻഷൻ തുടരുമെന്നും ഈ ഉത്തരവിലുണ്ടായിരുന്നു. ഏതായാലും ഈ ഉത്തരവിന് മറുപടി നൽകിക്കൊണ്ടാണ് സഭാ കോടതിയുടെ ചുമതലയുള്ള ഫാദർ ജെയിംസ് പാമ്പാറ ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നും ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി നൽകിയ പരാതിയുടെ പകർപ്പ് പോലും ട്രൈബ്യൂണലിന് ലഭ്യമാക്കിയിട്ടില്ല എന്നുമാണ് ഫാദർ ജെയിംസ് പാമ്പാറ നൽകിയിരിക്കുന്ന കത്തിൽ പറയുന്നത്. മറുപടി നൽകാൻ പോലും സമയം അനുവദിക്കാതെ സഭാ കോടതിയെ സസ്പെൻഡ് ചെയ്തത് ട്രൈബ്യൂണലിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നുമാണ് സഭാ കോടതിയുടെ ചുമതലയുള്ള വൈദികൻ പറയുന്നത്. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയുടെ പരാതി അടിസ്ഥാനരഹിതമാണ്. ഫാദർ വർഗീസ് മണവാളിനെതിരെ എടുത്തിരിക്കുന്ന നടപടികൾ നിലനിൽക്കുമോ എന്ന് വ്യക്തമാക്കണമെന്നും ഫാദർ ജെയിംസ് പാമ്പാറ നൽകിയ കത്തിൽ പറയുന്നുണ്ട്. സഭാ കോടതി പ്രവർത്തനങ്ങളെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെയാണ് ആർച്ച് ബിഷപ്പ് മാത്യു മൂലക്കാടിന് ഈ കത്ത് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.